ആദിചന്ദ് സ്ലാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ നമ്മൾ നെന്മാറ വല്ലങ്ങി വേല 2026 വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വേലയുടെ തലേ ദിവസമാണ് അല്ലെ. സോ നമ്മളെല്ലാവരും പതിവ് പോലെ നെന്മാറ തിരുവഴിയാട് നമ്മുടെ അമ്മ വീട്ടിൽ സെറ്റ് ആയിട്ടുണ്ട്, റെഡിയൊക്കെ ആയി. ഇനി നമ്മൾ ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് പന്തലൊക്കെ കാണാൻ വേണ്ടി പോവാണ്. സോ തലേ ദിവസത്തെയും വേല ദിവസത്തെയും എല്ലാം കൂടെ ഒരു ഞങ്ങളുടെ വിശേഷങ്ങൾ ഈ വ്ളോഗിൽ ആഡ് ചെയ്യാം. അതെ, നമ്മള് തിരുവഴിയാട് വന്നിട്ട് കുറച്ചധികം മാസങ്ങളായി. അപ്പൊ അതുകൊണ്ടുള്ള എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ എല്ലാവരും. പിന്നെ വേലയും കൂടി ആയപ്പോ കുറച്ചും കൂടെ ഒരു എനർജി ലെവൽ കൂടുതലാണ്. എല്ലാവരും റെഡി ആയിട്ട് ഇനിയിപ്പം പന്തല് കാണാൻ പോവാണ്. കല്ലൂനെ ഒന്നും കാണുന്ന പോലും ഇല്ല അതില്. സോ നമ്മളിപ്പോഴാണ് അങ്ങനെ നെന്മാറയിലോട്ട് പോണത്. ഇന്നും നാളെയും പിന്നെ വണ്ടി ഒരു സ്ഥലത്ത്, വേല ഒരു സ്ഥലത്താണ്. എന്നാലും നമ്മൾ കുറച്ച് എവിടെയാണിത് നെന്മാറ, ഇത് എവിടെയാണ് കൊണ്ട് വണ്ടി വെച്ചിരിക്കുന്നത്? എക്സൈസ് ഓഫീസിന്റെ അവിടെ. അപ്പൊ അങ്കിളിന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇങ്ങോട്ട് എടുത്തിട്ടാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നടന്നാൽ മതി അല്ലേ. എല്ലാവരും ഫുൾ വേല മോഡാണ്. അതെ, വേല മോഡ്. ഇപ്പൊ അമ്മമാരും ഉണ്ട് കേട്ടോ. അമ്മമാരിനെയും കൊണ്ടുവന്നിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. രണ്ടാളേ ഉള്ളൂ, അല്ല ആന്റി ഉണ്ട്. നടക്കാൻ എന്നും നാളെയും പിന്നെ തിരക്കിന്റെ സംസ്ഥാന സമ്മേളനമാണ്. നമ്മളിപ്പോ എല്ലാരും കൂടെ നെന്മാറ മന്നത്താണ് കേട്ടോ നിൽക്കുന്നത്. ശരിക്കും നെന്മാറ വേല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മന്നത്തിൽ നിന്നാണ്. അതാണ് ഇവിടെ പന്തല് കെട്ടിയിട്ട് ഇവിടെ നിന്നാണ് വേല തുടങ്ങണത്. എൻ്റെ വൈശേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതും ആ കാണുന്ന അവിടെയുള്ള ഒരു മണ്ഡപത്താണ്, നെന്മാറയിൽ തന്നെ. സോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് തലേദിവസം ആയതുകൊണ്ട് സാമ്പിൾ വെടിക്കെട്ട് ഇതിൻ്റെ ബാക്കിലാണ് പൊട്ടിക്കുന്നത്. അപ്പം അവിടെ കണ്ടിട്ടാണ് നെന്മാറ പന്തലിൽ പോകുന്നത്. ആകും എൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ കണ്ടിട്ട് ഫുൾ ഇതാണ്. എന്താടാ ആദി, കല്യാണം കഴിഞ്ഞ മണ്ഡപം അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഓൾറെഡി. ഇനി നമ്മൾ ഇവിടുന്ന് ഗേൾസ് സ്കൂളിന്റെ അടുത്തായിരിക്കും തലേ ദിവസത്തെ വെടിക്കെട്ട് സാമ്പിൾ പൊട്ടിക്കുക. എന്നിട്ടായിരിക്കും നമ്മൾ പന്തലിന്റെ അടുത്ത് പോവാ. ആസ് യൂഷ്വൽ നെന്മാറ വേലയുടെ തലേദിവസം ഇതുപോലെ നല്ല തിരക്കുണ്ടാവും കേട്ടോ. കാരണം നെന്മാറ വേലയ്ക്ക് യൂഷ്വലി എനിക്ക് തോന്നുന്നു അധികം ലേഡീസോ ഫാമിലീസ് വരാത്തത് കൊണ്ട് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് മോസ്റ്റ്ലി ഇവിടെ തലേ ദിവസം നല്ല തിരക്കുണ്ടാവും. ഫാമിലീസ് ഒക്കെ ഫുൾ വന്നിട്ട്. നെന്മാറ വേലയുടെ സെക്രട്ടറി ആണ് തങ്ങളുടെ ഫ്രണ്ട്സോ ആളെ കാണാൻ പോകുന്നത്. എവിടെയാ സാമ്പിൾ നടക്കുന്ന പാടത്തേക്ക് പോവാണേ. പക്ഷെ ഇവിടെ തന്നെ ഞാൻ തിരക്ക് കാണിച്ചു തരാം. അമ്മ അവിടെ നിൽക്ക്. എടാ ആകും ഇത്തവണ സാമ്പിളിന് തന്നെ ഇത്ര തിരക്ക്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പോലീസും ഇത്തവണ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്ലസ് ഇപ്പം സാമ്പിൾ കൊളുത്താൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ്, പോലീസ് എല്ലാം റെഡി ആയിട്ടാണ് സാമ്പിൾ കൊളുത്തുന്നത്. കാരണം ഇത്തവണ നല്ല തിരക്കുണ്ട്. ഇവർക്ക് അറിയാം. പിന്നെ നാളെ ഫ്രൈഡേ ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് കൺട്രോൾ കിട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെ നല്ല പോലീസ് ഉണ്ട്. ഇന്നും നല്ല തിരക്കുണ്ട് കഴിഞ്ഞ വർഷത്തേനേക്കാളും. കൊളുത്താൻ പോവാണ് സാമ്പിളിന് തന്നെ ഇങ്ങനെ. ഓടാന്നാ എന്താ ഓറ? ഓ സോറി, 2K മനസ്സിലായി. ഇതാ ഓറ എന്തടാ ആദ്യം, എന്തടാ ഓറ? സോറി കല്ല. ശക്തിസ്വരൂപിണിയായി മന്നത്തമ്മ
രാജാവിന്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതി ഇന്നും വേലയുടെ ഒരു നിറസാന്നിധ്യമായി വാഴും. അങ്ങനെ വേലകളുടെ വേലയായി നെന്മാറ വല്ലങ്കി വേല ലോകപ്രസിദ്ധമായി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വേല ഡേ ആണ്. എല്ലാവരും എന്താ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ്. രാവിലെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസും പരിപാടീസൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ കുറച്ച് അതിൻ്റെ എഡിറ്റ് ചെയ്യണു. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ എന്നും രാവിലെ എണിച്ച് പത്രമൊക്കെ നോക്കുമ്പോൾ നെന്മാറ അല്ലെങ്കിൽ വേലയുടെ പോസ്റ്റേഴ്സ്, അതിൻ്റെ പന്തൽ, ആന, അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളപ്പം ഇന്ന് ഈവനിങ് വരെയുള്ളത് ക്യാപ്ചർ ചെയ്യും. പക്ഷെ വെടിക്കെട്ടിൻ്റെ സമയത്ത് ഈ ഫോണൊന്നും കൊണ്ടുപോക്ക് നടക്കില്ല. എന്തെങ്കിലുമൊക്കെ വീഡിയോ ക്ലിപ്സ് എടുക്കുകയാണെങ്കിൽ അത് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായി ഇപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മളുടെ പഴയ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് എന്തൊക്കെയോ കല്ല് കുറച്ച് റീൽസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എടുക്കാൻ പറഞ്ഞിട്ട്. അത് സ്വാഭാവികം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആസ് യൂഷ്വൽ സ്പോട്ടായ പാടത്ത് വന്നിരിക്കുക. പക്ഷേ ഇപ്പോൾ ഭയങ്കര വെയിലുണ്ട്. എന്നാലും തട്ടിക്കൂട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇന്നലെ ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ നെന്മാറ വേല മന്നത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. സോ ആ മന്നത്തിൽ നിന്ന് ആണ് ഇന്ന് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും വേല. അപ്പോൾ അവിടെ പോയിട്ട് ആനയും ആ കൊട്ടൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട്. അത് എനിക്ക് തോന്നുന്നു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി. നമ്മൾ പാലക്കാടുകാർക്ക് വേല പ്രിയം ആയതുകൊണ്ട് വെയിലൊന്നും വിഷയമേ അല്ല, നല്ല ചൂടായിരിക്കും. പക്ഷെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഇന്നങ്ങനെ ഉച്ചയ്ക്ക് ഇറങ്ങി തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ വേല ദിവസം. സോ അപ്പോഴേക്കും വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാനാണ്. എങ്ങനെയുണ്ട് ഈ ചൂട് പ്ലസ് വേല? ചൂട് പ്ലസ് വേല അടിപൊളിയാണ്. നടക്ക് ശരി, നടക്കൂ. ചെറിയൊരു സമയത്തിന്റെ പ്രശ്നം കാരണം തിടമ്പേറ്റൽ കഴിഞ്ഞു. ജസ്റ്റ് എടുത്തു കഴിഞ്ഞു. ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നു. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോണത്. നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഇത്തിരി ലേറ്റായി പോയി. എല്ലാവരും തിരിച്ചു വരുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ വേലയുടെ പരിപാടി തീർന്നു. ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനി വൈകിട്ട് ഈ വെയിലത്ത് വീണ്ടും ഇറങ്ങാനുള്ള പദ്ധതിയുണ്ട്. ഇല്ല, കുഴപ്പമില്ല. യെസ്, കണ്ടു. ഇനി അടുത്ത പരിപാടി വൈകിട്ട്. അങ്ങനെ നമ്മൾ വേലയ്ക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോഴാണ് വൈശേട്ടൻ വന്നത്. ഇന്നലെ മുതൽ നിങ്ങൾ ഇല്ലല്ലോ? ഇല്ല. ഓ ശരിയാണ്, ഞങ്ങൾക്ക് ഇന്നലെ മുതൽ വേലയാണ്. എന്താണിത്? ഇതാ നെന്മാറ വേലയ്ക്ക് ഇതൊക്കെ എന്താണ് വേലയ്ക്ക് പോണത്? ഇതൊക്കെ ഇതൊക്കെ ആരാണ്? ഇതാ ശങ്കരേട്ടനാ ഇവര് ഫുൾ. ഈ കാർ ഇങ്ങടാണ്. ഇതാ ശങ്കരേട്ടൻ, സൂര്യേട്ടൻ. സോ അപ്പൊ നമ്മളിത് എല്ലാവരും കൂടെ റെഡി ആയിട്ട് വേലയ്ക്ക് പോവാൻ ഇറങ്ങാൻ പോവാണ്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോൺസ് ഒന്നും ഉണ്ടാവില്ല. ഓ മുണ്ടക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോണൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ബാക്കി പൊട്ടലും വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്യാം.
വൈശോട്ടൻ എന്താണ് നെന്മാറ വേലിനെ പറ്റി പറയാനുള്ളത്? അതെ, ഞങ്ങൾ വൺ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് വൈശോട്ടൻ ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. വൈശോട്ടൻ പണ്ട് എന്തോ പോയതാണ്, ഒരു തവണയെ പോയിട്ടുള്ളൂ. ഇത് സെക്കൻഡ് ടൈമാണ് നെന്മാറ വല്ലങ്ങി വേല. ഞങ്ങൾ ഫുൾ ഹൈപ്പ് കൊടുത്തിട്ട് എത്തിച്ചിരിക്കുകയാണ്. എന്താവുന്നൊന്നും അറിയില്ല. ഇവിടെ ഫുൾ വേലിനേക്കാളും ബഹളമാണ്. എക്സൈറ്റഡ് അല്ലേ ഇത്തവണ? യെസ്. സോ നമ്മൾ അങ്ങനെ വേലയൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ വീടെത്തി. ആസ് യൂഷ്വൽ നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്നത് പോലെ നമ്മളും ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നില്ല. നമുക്ക് എല്ലാ വർഷവും ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹോൾ വർഷം വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നെന്മാറ വേലയ്ക്ക് ഇത്തവണ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം 4500 കിലോ പടക്കങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ നമ്മൾ നെന്മാറക്കാർക്കും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് അങ്ങനെ പൊട്ടിയില്ല എന്നൊന്നുമില്ല, പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ഹൈപ്പ് വന്നപ്പോൾ നമ്മൾ അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു. പക്ഷെ കാലാവസ്ഥയുടെ നമുക്ക് അതും കൂടെ നോക്കണമല്ലോ. ഒന്നാമത് എല്ലാ വർഷവും നമുക്ക് ഓൾറെഡി അറിയാം ഈ വെള്ളിയാഴ്ച വേല വന്നു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇത്തവണയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെ ഇവിടെ മഴ പെയ്തിട്ടില്ല. അപ്പോഴും നമ്മൾ എല്ലാവരും വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു നെന്മാറ വേലയ്ക്കായിരിക്കും ഈ വേനലിന്റെ ആദ്യത്തെ മഴ എന്ന്. കറക്റ്റ് അതുപോലെയായിരുന്നു. മഴ പെട്ടെന്ന് വന്നു. രാത്രിയാണെങ്കിലും പുലർച്ചെയാണെങ്കിലും നേരത്തെ പൊട്ടിച്ചു. അതുമല്ല, അപകടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആന അടഞ്ഞു, ഒരു അമ്മൂമ്മ കുളത്തിൽ വീണ് മരിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ആസ് യൂഷ്വൽ നമ്മൾ ഒരുപാട് ഹൈപ്പൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇത്തവണ നെന്മാറ വേല നമുക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നില്ല. പക്ഷെ സ്റ്റിൽ ഇനി നമ്മൾ എപ്പോഴത്തെയും പോലെ നെന്മാറ വല്ലങ്ങി വേല 2027 വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മളെല്ലാവരും അടുത്ത വ്ളോഗായിട്ട് വരാം. സോ അതുവരേക്കും ബൈ.